ഹലോ എവറി വൺ, വെൽക്കം ടു പ്രണീത അതർ സി ട്യൂട്ടോറിയൽ. അപ്പം ജിയോ ടെക്നിക്കലിലെ 7 ചാപ്റ്റേഴ്സ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണുക. കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ അതും കാണുക. അപ്പോൾ ഇത് 8th ചാപ്റ്ററാണ് ജിയോ ടെക്നിക്കലിലെ. ഒരു ഫുൾ ചാപ്റ്ററാണ് ഒരു വീഡിയോയിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, ഫുള്ളും കാണുക. അപ്പം ഇതിൽ നിന്ന് എന്തായാലും 1-2 ക്വസ്റ്റ്യൻസൊക്കെ എപ്പം ചോദിച്ച് കാണാറുള്ളതാണ്. അപ്പോൾ ഈ ഫുൾ വീഡിയോയും കാണുക. അപ്പം നമുക്ക് സമയം കളയാതെ ഈ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പം ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം കാണാൻ പറ്റും. അപ്പം ശരി. അപ്പോൾ പെർമിയബിലിറ്റി ഓഫ് സോയിൽ. എന്താണ് പെർമിയബിലിറ്റി? സോയിലിൽ പെർമിയബിൾ ആണ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഒരു ജനറൽ ആയിട്ടുള്ളൊരു സർഫസ് നമ്മളിങ്ങനെ കാണിക്കുകയാണ്. വാട്ടർ ഇവിടെ ഇങ്ങനെ ഒരു ലെവലിലുണ്ട്, ഒരു പെർട്ടിക്കുലർ ലെവലിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൽ കുറേ ഇതൊരു സോയിൽ സാമ്പിളാണ് നമ്മുടെ. അപ്പോൾ സോയിലിൽ മുഴുവൻ വോയിഡ്സ് ഉണ്ട്. അപ്പോൾ ആ വോയിഡ്സിലൂടെ ഇവിടെ നിന്നുള്ള വെള്ളം ഇങ്ങനെ പെർമിയബിൾ സോയിൽ പെർമിയബിൾ ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഈ വോയിഡ്സിലൂടെ ട്രാവൽ ചെയ്തിട്ട് ഇവിടെ വരെ എത്തുകയാണ്. 3 എന്ന് പറയുന്ന പോയിൻ്റ് വരെ എത്തുകയാണ്. അപ്പം അതാണ് ഈ ഒരു കേസ്. അപ്പോൾ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ സോയിലിൻ്റെ കപ്പാസിറ്റിയാണ്, അതിൽ വാട്ടറിനെ ഫ്ലോ ചെയ്യിക്കാനുള്ള അതിൻ്റെ കപ്പാസിറ്റിയാണ് പെർമിയബിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിഗറാണ്. അപ്പം ഇതിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാം ഈ ഫിഗർ എന്താണെന്ന്. അപ്പം നമ്മൾ പൊതുവേ വാട്ടറിൽ 3 ഹെഡുകൾ ഉണ്ടാവും. നമ്മളുടെ എന്തൊക്കെയുണ്ട്? ഡാറ്റം ഹെഡ് ഉണ്ടാവും. ഇങ്ങനൊരു നമുക്ക് ബെർണോളീസ് ഇക്വേഷൻ ഉണ്ടല്ലോ, P/ρg + V²/2g + z = a constant. അപ്പോൾ ഇത് നമ്മുടെ ഡാറ്റം ഹെഡാണ്, ഇത് നമ്മുടെ വെലോസിറ്റി ഹെഡാണ്, ഇത് നമ്മുടെ പ്രഷർ ഹെഡാണ്. അപ്പം സോയിലിൽ ചെറിയ ചെറിയ വോയിഡ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ ആ വോയിഡ്സിലൂടെ പാസ് ചെയ്യുന്ന വാട്ടറിന് വെലോസിറ്റി കുറവായതുകൊണ്ട് തന്നെ ഈ ഹെഡ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ P/ρg + z എന്ന് പറയുന്ന ഈ ഒരു ഹെഡിലാണ് ഈ വാട്ടർ ട്രാവൽ ചെയ്യുന്നത്. അപ്പം ആ ഒരു സർഫസ്, ആ വാട്ടറിൻ്റെ സർഫസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓരോരോ ഇതിൻ്റെ ഇവിടെയുള്ള ഈ പ്രഷറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന, ഈ വാട്ടർ സർഫസിലുള്ള ആ പ്രഷറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ലൈനിനെ നമ്മൾ പീസോമെട്രിക് സർഫസ്, അല്ലെങ്കിൽ ആ സർഫസിനെ നമ്മൾ പീസോമെട്രിക് സർഫസ് എന്നും ആ ലൈനിനെ നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ എന്നും പറയുന്നു. ഓക്കെ, അപ്പം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ വാട്ടർ ലെവൽസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ ലൈനിനെ നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ എന്ന്. ആ സർഫസിനെ നമ്മൾ പറയുന്ന പേരാണ് പീസോമെട്രിക് സർഫസ് എന്ന്. അപ്പം നമ്മൾ എപ്പോഴും ഡാറ്റമായിട്ട് എടുക്കുക താഴത്തുള്ള വാട്ടർ ലെവലാണ്. അപ്പം ഇങ്ങനെ 2 ബേസിൻസ് ഉണ്ട് വെള്ളം നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം അതിൽ ഹെഡ് കുറഞ്ഞത്, അതായത് താഴത്തുള്ള ലെവലുള്ളത് ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാറ്റം ലെവലിൽ നിന്നാണ് നമ്മൾ ഈ Z എന്ന് പറയുന്ന ഡാറ്റം ഹെഡ് എടുക്കുന്നത്. അപ്പം 1, 2, 3 എന്ന് പറയുന്ന 3 കേസ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്, 3 പോയിൻറ്റ്സ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡേറ്റത്തിൽ നിന്ന് അത് താഴോട്ടായതുകൊണ്ട് തന്നെ നമ്മൾ -Z1, -Z2, -Z3 എന്ന് പറഞ്ഞിട്ടാണ് 3 ആയിട്ടാണ് അത് എടുത്തേക്കുന്നത്. പിന്നെ അതേമാതിരി P/ρg എന്ന് പറയുന്നത് അവിടുത്തെ നമ്മളുടെ പ്രഷർ ഹെഡാണ്. അപ്പം അത് അവിടെ എന്തൊക്കെയാണ് എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ പ്രഷർ ഹെഡ് ഈ 1 എന്ന് പറയുന്ന പോയിന്റിൽ ഇവിടെ കാണുന്ന പ്രഷർ ഹെഡ് H1 ആണ്. 2 എന്ന് പറയുന്ന പോയിന്റിൽ അവിടെ കാണുന്ന പ്രഷർ ഹെഡ്, ഇവിടുത്തെ ഒരു ട്യൂബ് വെക്കുമ്പോൾ അവിടുന്ന് നമുക്ക് കിട്ടുന്ന പ്രഷർ ഹെഡിൻ്റെ വാല്യൂ H2 എന്നാണ്. പിന്നെ 3 എന്ന് പറയുന്ന പോയിന്റിൽ ഇവിടെയുള്ള ഈ ട്യൂബിൽ കാണിക്കുന്ന വാല്യൂ H3 ആണ് അവിടുത്തെ പ്രഷർ ഹെഡ്. അപ്പോൾ അങ്ങനെ 3 ഹെഡും കിട്ടി നമുക്ക്. അപ്പോൾ എലിവേഷൻ ഹെഡ് എന്ന് പറയുന്നതാണ് ഡാറ്റം ഹെഡ്, Z എന്ന് പറയുന്നത്, അതിവിടെ റെപ്രസെൻറ്റ് ചെയ്തു. പ്രഷർ ഹെഡ് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് ഇത് 3ഉം കൂടെ പ്ലസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ V²/2g ഇല്ലാത്തതുകൊണ്ട് അതില്ല. അപ്പോൾ ബാക്കി 2ഉം പ്ലസ് ചെയ്തിട്ടുള്ളതാണ് ടോട്ടൽ ഹെഡ് എന്നുള്ളത്. അപ്പോൾ ഈ ഫസ്റ്റ് 1ൻ്റെ കേസിൽ നമ്മൾക്ക് H1 - Z1 എന്ന് പറഞ്ഞു വരും. അപ്പം അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. അപ്പം ഇത്രയെന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്ന ഇവിടെ H വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഈ ഒരു വാല്യൂ. അപ്പോൾ അതാണ് ടോട്ടൽ ഹെഡ്. ഇനി രണ്ടാമത്തെ 2 പോയിൻറ്റിൽ H2 - Z2, അപ്പോൾ അത് H' പറഞ്ഞ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, അതിവിടെ ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് 3rd കേസിൽ നമുക്ക് H3 - Z3, അപ്പോൾ അത് 0 ആണ്. അപ്പോൾ 0 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ഇത് അത്ര സിമ്പിളാണ്. ഇത് കാണുമ്പോൾ ഭയങ്കര പേടിയൊക്കെ തോന്നും, പക്ഷെ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതുള്ളത്. അപ്പം ഇനിയുള്ളത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ 2 വാട്ടർ ലെവലിൻ്റെ ഈ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ഇവിടുന്ന് വെള്ളം ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു
ഡിഫറൻസ് കാരണമാണ് ഇതിനിങ്ങനെ ഫ്ലോ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു ഡിഫറൻസ്, ആ ഒരു ലോസ്, ഇവിടുന്ന് ഇങ്ങോട്ട് വരെ ട്രാവൽ ചെയ്യുമ്പം വരുന്നൊരു ലോസാണ് ഇത്. അപ്പോൾ ആ ഒരു ലോസിനെ നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രോളിക് ഹെഡ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ഹെഡ് എന്ന്. ഈ ഒരു ഹെഡിലാണ് ആ വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അപ്പോൾ എച്ച് എന്ന് പറയുന്നതിനെ ഹൈഡ്രോളിക് ഹെഡ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ഹെഡ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഹെഡ്, അപ്പം അത് ഈ ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് H(H'0 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടോട്ടൽ ഹെഡിനെ പീസോമെട്രിക് ഹെഡ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, അതായത് പീസോമെട്രിക് ഹെഡ് ഓരോരോ 1, 2, 3 പോയിന്റിലുള്ളത് H(H'0 ആണ് ടോട്ടൽ പ്രഷറിൻ്റെ ഹെഡ്. ഓക്കെ, ഇനി അടുത്തത് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ I എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്. അത് H/L ആണ്. H/L എന്ന് പറയുന്നത്, ഈ H എന്ന് പറയുന്നത് നമ്മൾ ആ ടോട്ടൽ ഡിഫറൻസ് ആണ്, ΔH എന്ന് പറയുന്നത് കേട്ടോ. അതായത് ടോട്ടൽ ഹെഡ് ഡിഫറൻസ് ആണ്. അതാണ് ഇവിടുത്തെ നമ്മുടെ ഹൈഡ്രോളിക് ഹെഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എഫക്റ്റീവ് ഹെഡ് എന്ന് പറയുന്ന ഈ സ്മോൾ h എന്ന് പറയുന്നത്. പിന്നെ L എന്ന് പറയുന്നത് സോയിൽ സാമ്പിളിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ H/L ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് കിട്ടും. അതൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ്. ഓക്കെ, ഇനി അടുത്തത് ഡാർസീസ് ലോ ആണ്. അപ്പോൾ ഡാർസീസ് ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ലാമിനാർ ഫ്ലോ ത്രൂ ഹോമോജീനിയസ് സോയിലിൽ നമ്മളൊരു വെലോസിറ്റി ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാൻ ഒരു ഡാർസീസ് ലോ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെലോസിറ്റി ഓഫ് ഫ്ലോ ഈസ് ഈക്വൽ ടു V എന്ന് പറയുന്നത് KIക്ക് ഈക്വൽ ആണ്. I എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആണ്. K എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി ആണ്. അപ്പം ഡിസ്ചാർജ് എന്തായിരിക്കും? VA ആണ്, വെലോസിറ്റി ഇൻറ്റു ഏരിയ ആണ്. അപ്പം ഈ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സോയിൽ സ്പെസിമെൻ്റ് ഏരിയ ആണ്. കാരണം അതിലൂടെയാണ് നമ്മൾക്ക് മൊത്തം വാട്ടർ ഫ്ലോ ചെയ്യുന്നത്, ആ സോയിൽ സ്പെസിമെൻ്റ് ഉള്ളിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഡാർസീസ് ലോൻ്റെ വാലിഡിറ്റി നോക്കാം. ഈ ഡാർസീസ് ലോ എവിടെയാണ് വാലിഡ് എന്ന് നോക്കാം. അപ്പം നമ്മൾക്ക് അത് ഫ്ലോ എന്ന് പറയുന്നത് ലാമിനാർ ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പൈപ്പിൽ ലാമിനാർ ഫ്ലോയ്ക്ക് റൈനോൾഡ്സ് നമ്പർ <2000 ആയിരിക്കും. പക്ഷേ ഇവിടെ സോയിലിൽ റൈനോൾഡ്സ് നമ്പർ <= 1 ലാമിനാർ ഫ്ലോ ഉണ്ടാവുക. അതായത് റൈനോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ ആണ് ρVD/μ. D എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിക്കിൾ ഡയമീറ്റർ ആണ്. V എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആണ്. വാട്ടർ ആണെങ്കിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ന്യൂ എന്ന് പറയുന്നത് വിസ്കോസിറ്റി ആണ്, ആ ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി ആണ്. അപ്പം നമ്മൾക്ക് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. D എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഡയമീറ്റർ, പാർട്ടിക്കിൾ ഡയമീറ്റർ ഇസ് ഈക്വൽ ടു 0.5 mm മാക്സിമം. ലാമിനാർ ഫ്ലോൻ്റെ ഈ ഡാർസീസ് ലോ വാലിഡ് ആവണമെങ്കിൽ ഡയമീറ്റർ ഓഫ് പാർട്ടിക്കിൾ മാക്സിമം എന്തായിരിക്കണം? 0.5 mm ആണ്. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി എടുത്ത് ചോദിക്കുന്നുണ്ട്, ഓർത്ത് വെക്കണം. ഇനി അപ്പം ഡാർസീസ് ലോയ്ക്ക് ലാമിനാർ ഫ്ലോ ആയിരിക്കണം ഉള്ളതെന്ന് പറഞ്ഞു. പിന്നെ അതേമാതിരി തന്നെ നമ്മൾ ഭയങ്കര കോസായിട്ടുള്ള ഗ്രാവലോ അല്ലെങ്കിൽ ബോൾഡേഴ്സ്, വലിയ വലിയ ബോൾഡേഴ്സൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ വലിയ വലിയ വോയിഡ്സ് ആണ് ഉള്ളിലുണ്ടാവുക. അപ്പം ഫ്ലോ ലാമിനാറിന് പകരം ടർബുലൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ V = KI ആണ് നമ്മളെ ഡാർസീസ് ലോ. പക്ഷേ ഇവിടെ ടർബുലൻ്റ് ആയതുകൊണ്ട് തന്നെ പ്രപ്പോർഷണൽ ടു I ആയിരിക്കില്ല, I⁻n ആയിരിക്കും. N എന്ന് പറയുന്നത് 0.65 ആണ് ജനറലി ടർബുലൻ്റ് ഫ്ലോ വരുന്ന സമയത്ത് ഇതിൽ. ഇനി അതേമാതിരി തന്നെ കൊളോയിഡൽ ക്ലേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫൈനായിട്ടുള്ള ക്ലേ ആണ്. അതിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫൈൻ പോർസ് ആയിരിക്കും. അപ്പോൾ ഭയങ്കര ഫൈൻ പോർസ് വരുമ്പോൾ വെലോസിറ്റി ഭയങ്കര കുറവായിരിക്കും. അങ്ങനെയുള്ള കേസിലും ഡാർസീസ് ലോ വാലിഡ് അല്ല. അപ്പം 3 കേസാണ് നമ്മൾ പഠിച്ചത്. ലാമിനാർ ഫ്ലോ ആയിരിക്കണം, പിന്നെ അതേമാതിരി തന്നെ ഗ്രാവൽ ബോൾഡേഴ്സിലൊക്കെ ടർബുലൻ്റ് ഫ്ലോ ആയിരിക്കും, അപ്പോൾ അതവിടെ വാലിഡ് അല്ല. പിന്നെ അതേമാതിരി തന്നെ കൊളോയിഡൽ ക്ലേ വരുമ്പം വെരി ഫൈൻ പോർസ് ആയതുകൊണ്ട് വെലോസിറ്റി വളരെ കുറവാണ്, അതുകൊണ്ട് ഡാർസീസ് ലോ വാലിഡ് അല്ല. അപ്പോൾ 3 കാര്യങ്ങൾ പഠിച്ചു. അതേമാതിരി പെർമിയബിലിറ്റി എന്താ നമ്മൾ പഠിച്ചു. ആ എബിലിറ്റിയാണ് ഈ ഒരു സോയിൽ പാർട്ടിക്കിളിലൂടെ വാട്ടറിനെ പെർമിയേറ്റ് ചെയ്യാനുള്ള അതിൻ്റെ എബിലിറ്റിയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി K എന്ന് പറയുന്ന V = K എന്ന് പറയുന്ന ആ K ഉണ്ടല്ലോ, അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി. അത് ഡിറ്റർമിൻ ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. ലാബിൽ ചെയ്യാം, ഫീൽഡിൽ ചെയ്യാം, ഇൻഡയറക്റ്റ് മെത്തേഡായിട്ട് ചെയ്യാം, പിന്നെ അതേമാതിരി കാപ്പിലാരിറ്റി പെർമിയബിലിറ്റി ടെസ്റ്റ് വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ 4 രീതിയിൽ ചെയ്യാം. അപ്പം നമ്മൾ പെർമിയബിലിറ്റി ആക്ച്വൽ കണ്ടീഷനിൽ, ആക്ച്വൽ ഫീൽഡിൽ ചെയ്യുമ്പോഴാണ് അത് എപ്പോഴും അക്യുറേറ്റ് ആയിട്ട് വരിക. കാരണം ഫീൽഡിലുള്ള അക്യുറസി വേറൊന്നിനും കിട്ടില്ല. നമ്മൾ ലാബിൽ ചെയ്യുമ്പം അത് ഡിസ്റ്റർബ് ചെയ്തിട്ടൊരു സ്പെസിമെൻ എടുത്തിട്ടാണ് നമ്മൾ ലാബിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു അത്ര അക്യുറേറ്റ് ആയിരിക്കില്ല. ഫീൽഡ് മെത്തേഡിൽ ഈ പമ്പിങ് ഔട്ട് മെത്തേഡാണ് ഏറ്റവും നല്ല മെത്തേഡായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പമ്പിങ് ഔട്ട് ടെസ്റ്റ് ആണ് ഉള്ളത്. കൂടാതെ തന്നെ ഇതിൽ നിന്ന് ലബോറട്ടറി മെത്തേഡ്സിൽ നിന്നും
ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നതാണ്. അപ്പോൾ നമുക്ക് ലബോറട്ടറി മെത്തേഡ് എന്താണെന്ന് നോക്കാം. ലബോറട്ടറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ 2 മെത്തേഡ് ഉണ്ട്. കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റും ഉണ്ട്, വേരിയബിൾ ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റും ഉണ്ട്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് ആ പേര് പറയുന്ന മാതിരി തന്നെ ഹെഡ് നമ്മൾ കോൺസ്റ്റൻറ്റ്, ആ ഫ്ലോ ചെയ്യുന്നത് എന്ത് ഹെഡിലാണോ ആ ഹെഡ് നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണ്. അപ്പം അത് അങ്ങനെ പോസിബിൾ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പെർമിയബിൾ ആയിട്ടുള്ളൊരു സോയിലിനായിരിക്കും. അതായത് കോസ് പോലത്തെ അങ്ങനെ കുറച്ച് പെർമിയബിലിറ്റി കൂടുതലുള്ള സോയിലിനായിരിക്കും അത് പോസിബിൾ ആവുക. പിന്നെ വേരിയബിൾ ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് അത് ലെസ് പെർമിയബിൾ ആയിട്ടുള്ള സോയിലിനാണ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. എന്തിനൊക്കെയാണ് അത് ഫീസിബിൾ, അത് പോസിബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഇനി അടുത്തത് ഫീൽഡ് മെത്തേഡ്. ഫീൽഡ് മെത്തേഡിൽ 2 മെത്തേഡുണ്ട്, പമ്പിങ് ഔട്ട് ടെസ്റ്റും പമ്പിങ് ഇൻ ടെസ്റ്റും. അപ്പോൾ പമ്പിങ് ഔട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേര് സൂചിക്കുന്ന മാതിരി നമ്മളൊരു ഫീൽഡിൽ ഒരു ട്യൂബ് വെല്ല് ഉണ്ടാക്കും, ഡ്രിൽ ചെയ്തിട്ട് ഉണ്ടാക്കും. അപ്പം അതിൽ ഈ ഇവിടുത്തെ വാട്ടർ ടേബിളിൽ നിന്ന് വാട്ടർ ഇതിലേക്ക് ഇങ്ങനെ പോകും. അപ്പം അതിന് നമ്മൾ പമ്പ് ഔട്ട് ചെയ്യുകയാണ് പമ്പ് ഔട്ട് ടെസ്റ്റിൽ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെയുള്ളൊരു ഇതിൽ പമ്പ് ഇൻ ചെയ്യുകയാണ് പമ്പിങ് ഇൻ ടെസ്റ്റിൽ ചെയ്യുന്നത്. അപ്പോൾ പമ്പിങ് ഔട്ട് ടെസ്റ്റ് ചെയ്യുമ്പം ഇവിടെയുള്ളൊരു ലാർജ് ഏരിയയിലുള്ള വാട്ടർ എഫക്റ്റ് ആവും. അപ്പം ലാർജ് ഏരിയയിൽ ഇൻഫ്ലുവൻസ് വരുന്നത് കൊണ്ട് തന്നെ ആ മൊത്തം സോയിൽ ഡെപ്പോസിറ്റിൻ്റെ പെർമിയബിലിറ്റിയാണ് പമ്പിങ് ഔട്ട് ടെസ്റ്റിലൂടെ കിട്ടുന്നത്. വേറെ പമ്പിങ് ഇൻ ടെസ്റ്റിൽ ഇങ്ങനെ വെള്ളം ഇങ്ങോട്ടേക്ക് ഇടുന്നതായതുകൊണ്ട് ഒരു ചെറിയ ഏരിയ മാത്രമാണ് ഇൻഫ്ലുവൻസ് ആവുന്നത്. അപ്പം സോയിൽ ഈ ഹോളിന് സറൗണ്ടിങ് ആയിട്ടുള്ള സോയിലിൻ്റെ പെർമിയബിലിറ്റി മാത്രമാണ് പമ്പിങ് ഇൻ ടെസ്റ്റിലൂടെ കിട്ടുന്നത്. പമ്പിങ് ഔട്ട് ടെസ്റ്റ് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്, പക്ഷേ അത് നല്ല റിലയബിൾ ആണ്. ലാർജ് പ്രോജക്ട്സിനൊക്കെ ചെയ്യാൻ വേണ്ടി ഫീസിബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് പമ്പിങ് ഔട്ട് ടെസ്റ്റ്. അപ്പോൾ അതാണുള്ളത്. ഇനി ഇൻഡയറക്റ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത് പല ഇക്വേഷൻസ് വെച്ചിട്ട് ഇൻഡയറക്റ്റ്ലി നമ്മൾക്ക് കൺസോളിഡേഷൻ ടെസ്റ്റ് ഡാറ്റയും പിന്നെ പാർട്ടിക്കിൾ സൈസ് ഡാറ്റയൊക്കെ വെച്ചിട്ട് ഇൻഡയറക്റ്റ്ലി കിട്ടുന്നതാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ കാപ്പിലാരിറ്റി പെർമിയബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിലിന് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫുള്ളി സാച്ചുറേറ്റഡ് ആണ് സോയിലെങ്കിലാണ് നന്നായിട്ട് പെർമിയബിലിറ്റി ഉണ്ടാവുക. പാർഷ്യലി സാച്ചുറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ എയർ ഉണ്ടാകും ഇതിൻ്റെ ഉള്ളിൽ. അപ്പം എയർ ബ്ലോക്ക് ചെയ്യും വാട്ടറിൻ്റെ ഫ്ലോവിനെ. അപ്പം കുറച്ച് പെർമിയബിലിറ്റി കുറയും അങ്ങനത്തെ കേസിൽ. അപ്പം ആ ഒരു സ്ഥലത്താണ് ഇത് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ളത്, കാപ്പിലാരിറ്റി പെർമിയബിലിറ്റി ടെസ്റ്റ്. അപ്പം ഇതൊന്ന് ഓർത്ത് വെക്കുക. ഫോർ പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിലിന് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? കാപ്പിലാരിറ്റി പെർമിയബിലിറ്റി ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇനി അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ്. ഇപ്പോൾ കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞു കോസർ ആയിട്ടുള്ള പാർട്ടിക്കിളിനാണ് കുറച്ചുകൂടി ഫീസിബിൾ ആവുക. അപ്പം അതിൻ്റെ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് 10⁻² മില്ലിമീറ്റർ പെർ സെക്കൻഡിലും കൂടുതലായിരിക്കും. അപ്പം ക്ലേ എന്ന് പറയുന്നതൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇതിൻ്റെ റേഞ്ചൊന്നും അങ്ങനെ പറയുന്നില്ല എടുത്തിട്ട്, പക്ഷേ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. കെ എന്ന് പറയുന്നത് <10⁻⁻5 മില്ലിമീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള റേഞ്ചൊക്കെയാണ് ക്ലേ പാർട്ടിക്കിൾസിൻ്റെ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ലീസ്റ്റ് പെർമിയബിൾ ആണ് ക്ലേ, കാരണം ക്ലേയിൽ വെരി ഫൈൻ പാർട്ടിക്കിൾസ് ആണ്, അതുകൊണ്ട് തന്നെ അത് ലീസ്റ്റ് പെർമിയബിൾ ആണ്. അതിലൂടെ നമ്മൾക്ക് ഭയങ്കര ചെറിയ പോർസ് ആയതുകൊണ്ട് വാട്ടറിനെ പെർമിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 10⁻² mm പെർ സെക്കൻഡിലൊക്കെ കൂടുതൽ എന്ന് പറഞ്ഞാൽ നല്ല പെർമിയബിലിറ്റിയാണ്. കോസറായിട്ടുള്ള ഗ്രാവൽ പിന്നെ ക്ലീൻ സാൻഡ് അതിനൊക്കെയാണ് അങ്ങനെ വരിക. 10⁻⁻4 റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സെമി പെർവിയസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ ആ രീതിയിൽ അത് ഓർത്ത് വയ്ക്കുക. അപ്പം ഇവിടെ കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെള്ളം അതിലൂടെ വാർന്നു പോകും, അങ്ങനത്തെ ഒരു കേസിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സാമ്പിൾ ഇവിടെ എടുക്കും, സോയിൽ സാമ്പിൾ ഇവിടെ എടുക്കും. അപ്പോൾ സോയിൽ സാമ്പിൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിനൊരു പോറസ് ഡിസ്ക് ഉണ്ടാകും 2 സൈഡിലും. പോറസ് ഡിസ്കിലൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടറിന് പെർമിയേറ്റ് ചെയ്യാൻ പറ്റണം, അതുകൊണ്ടാണല്ലോ അതിന് പോറസ് ഡിസ്ക് എന്ന് പറയുന്നത്. പിന്നെ അതിൽ എയർ, ഈ സാമ്പിളിലും പോറസ് ഡിസ്കിലൊക്കെ ഉള്ള എയറിനെ നമ്മൾ എയറേറ്റ് ചെയ്യും, റിമൂവ് ചെയ്യും ആദ്യം തന്നെ. കാരണം എയർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് പെർമിയബിലിറ്റിക്ക് ഒരു ബ്ലോക്കേജ് ആണെന്ന് ഞാനിപ്പം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എയറിനെ നമ്മൾ എടുത്ത് കളയും. എയറേഷൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ സോയിൽ സാമ്പിളിൻ്റെ ഉള്ളിലൂടെ ഇവിടെ ഒരു വാട്ടറിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് ഹെഡ് റിസർവെയർ ഉണ്ടാവും. അതേമാതിരി ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഹെഡ് ചേംബർ ഉണ്ടാവും. അപ്പം ഇവിടെ കോൺസ്റ്റൻറ്റ് ഹെഡ് എന്ന് 2 സ്ഥലത്തും ഉദ്ദേശിക്കുന്നതുകൊണ്ട് എന്താ, ഇവിടെ ഹെഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ വെള്ളം ഇത്ര തന്നെ ലെവലിലുണ്ടാവും. ഇവിടെയും ഇതിൻ്റെ ബ്രിം വരെ ഈ ഫുള്ളി ഫിൽഡ് ആയിരിക്കും ഇത്. അപ്പം ഇതാണ് കോൺസ്റ്റൻറ്റ് ഹെഡ്. ഈ ഒരു ലെവലിൽ H എന്ന് പറയുന്നത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാകും. അപ്പം നമ്മൾക്ക്
ഇതിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുമ്പം ഈ ഒരു ഹെഡിലാണ് ഈ വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഫ്ലോ ചെയ്ത് കഴിഞ്ഞിട്ട് എക്സസ് ആയിട്ട് ഇവിടുന്ന് വരുന്ന വെള്ളത്തിനെ നമ്മളിവിടെ ഒരു ഗ്രാജുവേറ്റഡ് ജാറിൽ കളക്ട് ചെയ്യും. ഇത് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് സ്യൂട്ടബിൾ ആണ്, കാരണം ഇത് കോസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വാട്ടർ വന്നിട്ട് ഇവിടെ കളക്ട് ആയിക്കോളും. അപ്പം നമ്മൾ ഇതിൽ ഗ്രാജുവേറ്റഡ് ജാറിലുള്ള വോള്യൂം എടുത്തതിന് വോള്യൂം ഡിവൈഡഡ് ബൈ ടൈം ചെയ്താൽ നമുക്കിതിൻ്റെ ഡിസ്ചാർജ് കിട്ടും. ക്യൂ എന്ന് പറയുന്ന ഡിസ്ചാർജ് നമുക്ക് കിട്ടും. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് നമുക്ക് ഡാർസീസ് ഇക്വേഷൻ വെച്ചിട്ട് അറിയാം, ക്യൂ ഇസ് ഈക്വൽ ടു കെ ഐ എ എന്ന്. അപ്പം ഐ എന്ന് പറയുന്നത് H/L ആണ്. എച്ച് എന്ന് പറയുന്നത് ടോട്ടൽ ഹെഡ് ഡിഫറൻസ് ആണ്, അതിവിടെ സ്മോൾ എച്ച് തന്നിട്ടുണ്ട്. പിന്നെ എൽ എന്ന് പറയുന്നത് ഈ സ്പെസിമെൻ്റെ ലെങ്ത് ആണ്, സോയിൽ സ്പെസിമെൻ്റെ ലെങ്ത് ആണ്. അപ്പം അങ്ങനെ നമുക്ക് കെൻ്റെ വാല്യൂ കിട്ടും QL/HA എന്ന്. പക്ഷേ നമ്മളിവിടെ സോയിൽ ഇങ്ങനെ വാട്ടർ ഇതിലൂടെ പാസ് ചെയ്യുമ്പം ചെറിയ മൈനർ സോയിൽ പാർട്ടിക്കിൾസ് വന്നിട്ട് ഇവിടെ അടിഞ്ഞുകൂടും. അപ്പോൾ ഇങ്ങനെ അടിഞ്ഞുകൂടുന്ന അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫിൽറ്റർ സ്കിൻസ് എന്ന്. അപ്പം ഫിൽറ്റർ സ്കിൻസ് വളരെ ചെറിയ ഫൈൻ പാർട്ടിക്കിൾസും ഇവിടെയും കുറച്ചുകൂടി കോസർ ഇവിടെയും ആയിട്ട് വരും. അപ്പം നമുക്ക് പെർമിയബിലിറ്റീൻ്റെ ഒരു ഡിഫറൻസ് അനുഭവപ്പെടും ഈ ഒരു സ്ഥലവും ഈ ഒരു സ്ഥലവും തമ്മിൽ. അതുകൊണ്ട് തന്നെ ഒരു മിഡിൽ റീജിയനിലുള്ള നമ്മൾക്ക് പെർമിയബിലിറ്റി എടുക്കുന്നതായിരിക്കും എപ്പോഴും സ്യൂട്ടബിൾ. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾക്ക് ഇവിടുത്തെ ഹെഡ് ഡിഫറൻസ് നമുക്ക് H' എന്ന് പറഞ്ഞ് ഇവിടെ രണ്ട് വാട്ടർ തമ്മിൽ ഇവിടുത്തെ ഒരു ലെവലിൻ്റെ ഹെഡ് ഡിഫറൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ H'/L' നമ്മൾക്ക് H/Lന് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് അക്യുറസി കിട്ടും ടെസ്റ്റിൽ. അപ്പോൾ അതാണ് കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ്. അടുത്തതുള്ളത് വേരിയബിൾ ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് ആണ്. ഇതിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ കോൺസ്റ്റന്റ് ഹെഡ് ചേംബർ ഉണ്ടാവും, അതിലൊരു ബ്രിം വരെ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മളെ പെർമിയബിലിറ്റി കുറച്ചുകൂടെ കുറഞ്ഞിട്ടുള്ള, അതായത് പെട്ടെന്ന് വാട്ടർ ഫ്ലോ ചെയ്യാത്ത ടൈപ്പ് സോയിൽ കുറച്ചുകൂടി അതിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതായത് K ഇൻ ദ റേഞ്ച് ഓഫ് 10⁻² to 10⁻5 mm/s. ഫൈൻ സാൻഡിനും സിൽറ്റിനും ഒക്കെയാണ് അങ്ങനത്തെ പെർമിയബിലിറ്റി ഉള്ളത്. അപ്പൊ അതിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ വെള്ളം ഇതിലൂടെ കടന്നു പോകില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ബ്രിം വരെ ഫില്ലാക്കി വെക്കും, എന്നിട്ട് ബാക്കിയുള്ള വാട്ടർ സ്പിൽ ചെയ്ത് പോകും. അത് നമ്മൾ കളക്ട് ചെയ്യും. ഇവിടെ നമ്മളൊരു സ്റ്റാൻഡ് പൈപ്പ് ആണ് എടുക്കുന്നത്. അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ സ്മോൾ a ആണ്. അപ്പം അതിൽ H1 എന്നുള്ള ഹൈറ്റ് ആയിരിക്കും ആദ്യം ഉണ്ടാവുക, എന്നിട്ട് അത് കുറഞ്ഞ് H2 ആകും. അപ്പൊ ആ ഒരു സമയം കൊണ്ട് എത്രമാത്രം വാട്ടർ കളക്ട് ആയി അത് ഡിസ്ചാർജ് നമ്മൾ ക്യൂ എടുക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റാൻഡ് പൈപ്പിന്റെ ലെവലിലെ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ കെന്റെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു H എന്ന് പറയുന്ന ഒരു ഹൈറ്റ് ഉള്ള സമയത്ത് അതൊരു ADH എന്ന് പറയുന്ന വോളിയം വാട്ടർ ഇതിലൂടെ T ടൈമിൽ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ADH is equal to -Q dt എന്ന് കിട്ടും. അപ്പം Q എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡിസ്ചാർജ്. അപ്പൊ Q എന്ന് പറയുന്നത് KIA എന്ന് അറിയാം. അപ്പൊ I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഹെഡ് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് സാമ്പിൾ ആണ്. അപ്പൊ ടോട്ടൽ ഹെഡ് ഡിഫറൻസ് ഇവിടെ നമ്മൾ എടുക്കുന്നത് H ആണ്. അപ്പം H/L into A എന്ന് പറഞ്ഞാൽ ഈ സാമ്പിളിന്റെ ഏരിയ. അപ്പൊ അത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കെന്റെ വാല്യൂ കിട്ടും. K is equal to 2.3 small a by capital A into L/T log 10 H1/H2 എന്ന് കിട്ടും. സ്മോൾ a എന്ന് പറയുന്നത് ഏരിയ ഓഫ് സ്റ്റാൻഡ് പൈപ്പ്, പിന്നെ ക്യാപിറ്റൽ A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഈ ഒരു സോയിൽ സാമ്പിളിന്റെ, ക്യാപിറ്റൽ L എന്ന് പറയുന്നത് സാമ്പിളിന്റെ ലെങ്ത്, സ്മോൾ t എന്ന് പറയുന്നത് ടൈം ടേക്കൺ ആണ് ഇതിന് വേണ്ടിയിട്ട്, പിന്നെ log 10 H1/H2 H1 to H2 വരെയുള്ള റേഞ്ച് നമ്മൾ Hന് കൊടുക്കും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു ലെവലിൽ നിന്ന് താഴ്ന്ന് വേറൊരു ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെയാണുള്ളത്. അപ്പൊ അതാണ് വേരിയബിൾ ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് സീപ്പേജ് വെലോസിറ്റി എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി സോയിലിന്റെ മൊത്തം ഇവിടെ എടുക്കുമ്പോൾ നമ്മൾ ടോട്ടൽ ഏരിയ ഓഫ് സാമ്പിളും ടോട്ടൽ ലെങ്ത് ഓഫ് സാമ്പിളും ടോട്ടൽ വെലോസിറ്റി ഇൻ ദാറ്റ് ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി അത് അങ്ങനെയല്ല. നമ്മളൊരു സോയിൽ സാമ്പിൾ എടുക്കുമ്പോൾ ഇതിന്റെ ഈ ഒരു വോയിഡ്സ്, ഈ ഒരു സ്പേസിലൂടെയാണ് നമ്മൾക്ക് ശരിക്കും ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ ഈ ഒരു പെർട്ടിക്കുലർ സ്പേസിലുള്ള ഏരിയയിലൂടെയാണ് ഈ ഒരു സീപ്പേജ് അല്ലെങ്കിൽ ഈ ഒരു പെർമിയബിലിറ്റി പോസിബിൾ ആവുന്നത്. അപ്പൊ ഈ ചെറിയ ഏരിയനെ നമ്മൾ ഏരിയ ഓഫ് വോയിഡ്സ് എന്ന് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ചെറിയ വോയിഡ്സിലൂടെ പാസ് ചെയ്യുന്ന വെലോസിറ്റിനെ VS, അതായത് സീപ്പേജ് വെലോസിറ്റി എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡിസ്ചാർജ് AV into VS ആണ് ശരിക്കും A into Vക്ക് പകരം. അപ്പം A എന്ന് പറയുന്നത് ടോട്ടൽ സോയിൽ സ്പെസിമെന്റെ ഏരിയ ആണ്, V എന്ന് പറയുന്നത് ഡിസ്ചാർജ് വെലോസിറ്റി ആണ്. അപ്പൊ അത് ഈക്വൽ ടു AV into VS ആണ് ആവേണ്ടത്. അപ്പൊ നമ്മൾ ഈ സൈഡിനെ AVനെ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ AV by ക്യാപിറ്റൽ A into ക്യാപിറ്റൽ V by ഈ ഒരു AV ചെയ്തിട്ടുണ്ടെങ്കിൽ VSന്റെ വാല്യൂ കിട്ടും. അപ്പം ഈ VS is equal to A by AV into
വി എന്ന് കിട്ടും നമുക്ക്. അപ്പൊ ഇതിനെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ AL ചെയ്താൽ ടോട്ടൽ വോള്യൂം കിട്ടും, AV ഇൻറ്റു L ചെയ്താൽ വോള്യൂം ഓഫ് വോയിഡ്സ് കിട്ടും. അപ്പം അത് ഇൻറ്റു വെലോസിറ്റി. അപ്പം ഇതിനെ 1/VV/V ഇൻറ്റു വെലോസിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി ബൈ N എന്ന് കിട്ടും, വേർ N ഇസ് ദ പോറോസിറ്റി. അപ്പൊ VS ഇസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ N എന്ന് കിട്ടും. അതാണ് സീപ്പേജ് വെലോസിറ്റിന്റെ എക്സ്പ്രഷൻ. ഇതൊരു എക്സ്പ്രഷനായി പഠിച്ചു വെക്കുന്നതാണ് നല്ലത്. എപ്പോഴും നമ്മൾ ശരിക്കുമുള്ള ടെക്നിക്കലി ഇങ്ങനെയാണ് കറക്റ്റ് എങ്കിൽ പോലും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷന് നമ്മൾ സീപ്പേജ് വെലോസിറ്റി അല്ല ഡിസ്ചാർജ് വെലോസിറ്റി തന്നെയാണ് എടുക്കുന്നത്. അപ്പം ഒരു ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരികയാണ്, പോറോസിറ്റി തന്നിട്ടുണ്ട്, പിന്നെ വെലോസിറ്റി ഡിസ്ചാർജ് വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ സീപ്പേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞാൽ ഇത് ഡയറക്ട്ലി യൂസ് ചെയ്താൽ മതി. സീപ്പേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ N. അപ്പൊ നമുക്ക് വെലോസിറ്റിന്റെ ഇക്വേഷൻ അറിയാം, ഡാർസീസ് ലോ പ്രകാരം KI ആണ്, ബൈ N ചെയ്യുമ്പോൾ അപ്പൊ K/N വേറൊരു ടേം കൊടുക്കും, നമ്മൾ KP എന്ന് പറയുന്നത്. അപ്പൊ KP എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് പെർക്കുലേഷൻ ആണ്. അപ്പൊ അങ്ങനെ രണ്ട് എക്സ്പ്രഷൻ കിട്ടി, സീപ്പേജ് വെലോസിറ്റിക്ക് എക്സ്പ്രഷൻ കിട്ടി, കോഎഫിഷ്യന്റ് ഓഫ് പെർക്കുലേഷനും എക്സ്പ്രഷൻ കിട്ടി. കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി കെക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, K ഈസ് ഈക്വൽ ടു C ഇൻറ്റു ഗാമ W ബൈ ന്യൂ ഇൻറ്റു E³/1+C ഇൻറ്റു D². അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. പെർമിയബിലിറ്റി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളത് ഈ ഇക്വേഷൻ കുറെയൊക്കെ പറഞ്ഞു തരും. അപ്പൊ C എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, നമ്മുടെ ഒരു പാസേജിലൂടെയാണ് സോയിലിലൂടെ ഇത് ഫ്ലോ ചെയ്യുക. ആ പാസേജിന്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും ഈ C എന്ന് പറയുന്ന ഫാക്ടർ. പിന്നെ ഗാമ W ഇൻറ്റു ന്യൂ എന്ന് പറയുന്നത് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിന്റെ യൂണിറ്റ് വെയിറ്റ്, അത് വാട്ടർ ആണെങ്കിൽ ഗാമ W, അതിന്റെ യൂണിറ്റ് വെയിറ്റ് ആണ് ഗാമ W. ന്യൂ എന്ന് പറയുന്നത് വിസ്കോസിറ്റി ഓഫ് ദാറ്റ് ഫ്ലോയിങ് ലിക്വിഡ് ആണ്, അത് വാട്ടർ ആണെങ്കിൽ അതിന്റെ വിസ്കോസിറ്റി, ഇൻറ്റു E³/1+C. അപ്പൊ വോയിഡ്, ആ സ്പേസിലുള്ള ഈ വോയിഡിന്റെ വോയിഡ് റേഷ്യോ, അതാണ് E³ എന്ന് പറയുന്നത്. അപ്പൊ E³/1+C പ്രൊപ്പോർഷണൽ ആണ് K, ഇൻറ്റു D² എന്ന് പറയുന്നത് ആ പാർട്ടിക്കിൾ സൈസ്, ഈ ഒരു സൈസിലൂടെ ആയിരിക്കുമല്ലോ ഇത് ഫ്ലോ ചെയ്യുക, ആ പാർട്ടിക്കിൾ സൈസിന്റെ ഡയമീറ്റർ ആണ് ക്യാപിറ്റൽ D എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് K ഇതിൽ നിന്ന് എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു നോക്കാം. അപ്പൊ K ഡിപ്പെൻഡ് ഓൺ D². അപ്പൊ പാർട്ടിക്കിൾ സൈസ് കൂടുമ്പോൾ K കൂടും. അപ്പൊ കോഴ്സ്ഡ് ഗ്രെയിൻഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിന് K കൂടുതലായിരിക്കും ഫൈൻ ഗ്രെയിൻഡ് ആയിട്ടുള്ളതിനേക്കാളും. പിന്നെ സ്ട്രക്ചർ ഓഫ് സോയിൽ മാസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഫ്ലോക്കുലേറ്റഡും ഡിസ്പേഴ്സ്ഡും ഒക്കെ പഠിച്ചിട്ടില്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പാർട്ടിക്കിളിന്റെ അറേഞ്ച്മെന്റ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഈ ഒരു ഭാഗത്ത് നല്ല പെർമിയബിലിറ്റി ഉണ്ടാവും. ഇതാണ് ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ. ഇനി ഡിസ്പേഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ട്രക്ചർ ആണ് പാർട്ടിക്കിളിനുള്ളതെങ്കിൽ പെർമിയബിലിറ്റി കുറയായിരിക്കും. ഇതിലൂടെ സീപ്പ് ചെയ്ത് താഴോട്ടേക്ക് പെർമിയേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതാണ് സ്ട്രക്ചർ ഓഫ് സോയിൽ മാസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഷേപ്പ് ഓഫ് പാർട്ടിക്കിൾ. അപ്പൊ ഷേപ്പ് ഓഫ് പാർട്ടിക്കിൾ എടുക്കുമ്പോൾ രണ്ട് ഫാക്ടർ ഉണ്ട്, വോയിഡ് റേഷ്യോയും സ്പെസിഫിക് സർഫസ് ഏരിയയും. ഇപ്പം ആംഗുലറും റൗണ്ടഡും ആയിട്ടുള്ള പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ വോയിഡ് റേഷ്യോ ഡിഫറെന്റ് ആണ് എല്ലാത്തിനും എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആംഗുലർ പാർട്ടിക്കിൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പല പല ഷേപ്പും ആയിരിക്കും അതിന്. അപ്പൊ നടുവിൽ കുറെ വോയിഡ്സ് ഉണ്ടാവും, അപ്പൊ നന്നായിട്ട് പെർമിയേറ്റ് ചെയ്ത് പോകും. ഇനി നമ്മൾ സെയിം കോൺസ്റ്റന്റ് ആയിട്ട് ഒരു എടുക്കുകയാണെങ്കിൽ ആംഗുലർ പാർട്ടിക്കിളിന് കൂടുതൽ സ്പെസിഫിക് സർഫസ് ഏരിയ ഉണ്ടാവും. സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് പറയുന്നത് സർഫസ് ഏരിയ ഡിവൈഡഡ് ബൈ യൂണിറ്റ് വോള്യൂം ആണ്. അത് ഒരു പെർട്ടിക്കുലർ വോള്യത്തിന് സ്പെസിഫിക് സർഫസ് ഏരിയ, അതായത് സർഫസ് ഏരിയ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് വോള്യത്തിന് സർഫസ് ഏരിയ കൂടുതൽ ഉണ്ടാകുക ഈ ഒരു ആംഗുലർ സ്ട്രക്ചറിനായിരിക്കും ദാൻ റൗണ്ടഡ് പാർട്ടിക്കിൾസ്. അപ്പൊ ആംഗുലർ ആയിട്ടുള്ള സ്ട്രക്ചറിന് സ്പെസിഫിക് സർഫസ് ഏരിയ കൂടുമ്പോൾ നമ്മുടെ പെർമിയബിലിറ്റി കുറയും. അപ്പൊ നമ്മൾക്ക് അതായത് കൂടുതൽ ആ പാർട്ടിക്കിൾ ആണല്ലോ ഫിൽ ചെയ്ത് നിൽക്കുന്നത്, സ്പെസിഫിക് സർഫസ് ഏരിയ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ പെർമിയബിലിറ്റി കുറയും. അപ്പം ആംഗുലർ ഒരു പെർട്ടിക്കുലർ സെയിം എടുക്കുന്ന സമയത്ത് K ഓഫ് ആംഗുലർ ഇസ് ലെസ് ദാൻ K ഓഫ് റൗണ്ടഡ് പാർട്ടിക്കിൾസ്. അപ്പൊ അങ്ങനെ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് ഷേപ്പ് ഓഫ് പാർട്ടിക്കിൾസ് എടുക്കുന്ന സമയത്ത്. ഓക്കെ, ഇനി അടുത്തത് വോയിഡ് റേഷ്യോ ഇക്ക് നമ്മൾ പറഞ്ഞു K is proportional to E³/1+E എന്ന്. അപ്പൊ വോയിഡ് റേഷ്യോ കൂടുന്ന സമയത്ത് പെർമിയബിലിറ്റി കൂടും. പക്ഷെ ഇതിനൊരു പാരഡോക്സ് ഉണ്ട്, നമ്മൾ ക്ലേക്ക് നല്ല വോയിഡ് റേഷ്യോ ഉണ്ട്, ഹൈ വോയിഡ് റേഷ്യോ ആണെങ്കിൽ പോലും K കുറവാണ്. കാരണം ക്ലേയിൽ ഭയങ്കര ഫൈൻ ആയിട്ടുള്ള വോയിഡ്സ് ആണ് ഉള്ളത്. അപ്പം അങ്ങനെ ഭയങ്കര ഫൈൻ ആയിട്ടുള്ള വോയിഡ്സിലൂടെ വാട്ടറിനെ പെർമിയേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ വെലോസിറ്റി ഭയങ്കര കുറഞ്ഞിട്ടായിരിക്കും വരിക. അപ്പൊ ഒരു ലെസ്സർ K ആയിരിക്കും അതിനുണ്ടാവുക, പെർമിയബിലിറ്റി ഭയങ്കര കുറവായിരിക്കും. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്. അപ്പൊ ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു ഗാമ W ന്യൂവും. അപ്പൊ ഗാമ W എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, ഒരു പെർട്ടിക്കുലർ ഒരു ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ന്യൂ എന്ന് പറയുന്നത് വിസ്കോസിറ്റി, ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ വിസ്കോസിറ്റി കുറയും.
അപ്പൊ വിസ്കോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിലാണ് വിസ്കോസിറ്റി ഉള്ളത്. അപ്പൊ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കെ കൂടും. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ പെർമിയബിലിറ്റിയും കൂടും. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഇപ്പൊ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ സാച്ചുറേറ്റഡ് കണ്ടീഷനിലാണ് മോർ പെർമിയബിലിറ്റി ഉള്ളത്. ഇനി എയർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എയർ ആ ഒരു സോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബ്ലോക്കേജ് കൊടുക്കും ഈ വാട്ടർ ഫ്ലോയ്ക്ക്. അപ്പൊ നമുക്ക് പെർമിയബിലിറ്റി കുറയും. അപ്പൊ അതാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്. ഇനി എഡ്സോർബ്ഡ് വാട്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലേയിലൊക്കെ സർഫസ് ആക്ടിവിറ്റിക്ക് റിസൾട്ട് ആവുന്ന എഡ്സോർബ്ഡ് വാട്ടർ ആണ്. അപ്പൊ അതിന്റെ സർഫസിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നതാണ് ഈ വാട്ടർ മോളിക്യൂൾസ്. അപ്പം ഈ ഒരു ഇലക്ട്രോകെമിക്കൽ ഫോഴ്സ് കാരണം ഇവിടെ ഇങ്ങനെ അട്രാക്ട് ചെയ്ത് നിൽക്കുക. അപ്പൊ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടുമായിട്ടാണ് സർഫസുമായിട്ട് അതിനുണ്ടാവുക. അപ്പൊ അത് ഗ്രാവിറ്റേഷണൽ ഇഫക്റ്റിൽ ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പെർമിയബിലിറ്റി ഇത് കുറയ്ക്കും. അപ്പൊ അതാണ് അബ്സോർബ്ഡ് വാട്ടർ എന്ന് പറയുന്നത്. പിന്നെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതേമാതിരി തന്നെ ബ്ലോക്കേജ് ഉണ്ടാവും ഫ്ലോയ്ക്ക്, അതുകൊണ്ട് പെർമിയബിലിറ്റി കുറയും. അപ്പൊ ഇതാണ് 8 ഫാക്ടേഴ്സ് വിച്ച് ഇഫക്ട് പെർമിയബിലിറ്റി. ഇനി അടുത്തത് കോഎഫിഷ്യന്റ് ഓഫ് എബ്സല്യൂട്ട് പെർമിയബിലിറ്റി. അപ്പൊ നമ്മൾ ഇവിടെ കെയ്ക്ക് ഒരു ഇക്വേഷൻ പഠിച്ചു. ഇതിൽ നമ്മൾ വെറും സോയിലിന്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട്? സി ഉണ്ട്, ഇ ക്യൂബ് ബൈ 1 പ്ലസ് ഇ ഇൻറ്റു ഡി സ്ക്വയർ ഉണ്ട്. ഈ ഗാമ ഡബ്ല്യു ബൈ ന്യൂ എന്ന് പറയുന്നത് ലിക്വിഡിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ ലിക്വിഡിന്റെ പ്രോപ്പർട്ടീനെ എലിമിനേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി ടേം എടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് കോഎഫിഷ്യന്റ് ഓഫ് എബ്സല്യൂട്ട് പെർമിയബിലിറ്റി. സോയിലിന്റെ മാത്രം ഭാഗത്തുനിന്ന് നമ്മൾ നോക്കുകയാണ്. അപ്പൊ കെ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ കെ എടുക്കാം, മറ്റേ സ്മോൾ കെ ആണെങ്കിൽ ഇത് ക്യാപിറ്റൽ കെ. ക്യാപിറ്റൽ കെ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഇ ക്യൂബ് ബൈ 1 പ്ലസ് ഇ ഇൻറ്റു ഡി സ്ക്വയർ. ഇറ്റ് ഡിപെൻഡ്സ് ഓൺലി ഓൺ ദ സോയിൽ പ്രോപ്പർട്ടീസ്. അപ്പൊ ഇതിൽ സിയും ഇ ക്യൂബ് ബൈ 1 പ്ലസ് ഇ അതൊക്കെ യൂണിറ്റ്ലെസ് ആണ്. അപ്പൊ ഡി സ്ക്വയറിന്റെ യൂണിറ്റ് ആയിരിക്കും കേക്ക് ഉണ്ടാവുക. അപ്പൊ ഡി സ്ക്വയർ എന്ന് പറയുന്നത് ഡയമീറ്റർ സ്ക്വയർ, ഡയമീറ്റർ ഓഫ് പാർട്ടിക്കിൾ സൈസ് ഇൻറ്റു സ്ക്വയർ. അപ്പൊ എൽ സ്ക്വയർ ആണ് അതിന്റെ യൂണിറ്റ്. അതിനെ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മില്ലിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ഡാർസിയിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പം ഡാർസി ഇതിന്റെ യൂണിറ്റ് ആണോ എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഡാർസി ഇതിന്റെ ഒരു യൂണിറ്റ് ആണ്, കോഎഫിഷ്യന്റ് ഓഫ് എബ്സല്യൂട്ട് പെർമിയബിലിറ്റിന്റെ ഒരു യൂണിറ്റ് ആണ്. അപ്പൊ ഡാർസിന്റെ വാല്യൂ എന്ന് പറയുന്നതും ഒന്ന് ഓർത്ത് വെക്കുക. 1 ഡാർസി ഈസ് ഈക്വൽ ടു 0.987 ഇൻറ്റു 10⁻⁸ സെന്റിമീറ്റർ സ്ക്വയർ. ഇനി അടുത്തത് ഫീൽഡ് ടെസ്റ്റുകൾ. അപ്പൊ നമ്മൾ ലബോറട്ടറി ടെസ്റ്റുകളൊക്കെ പഠിച്ചു. ഇനി ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാന്ന് നോക്കാം. പമ്പിങ് ഔട്ട് ടെസ്റ്റും പമ്പിങ് ഇൻ ടെസ്റ്റും ആണ്. അപ്പൊ അതിൽ പമ്പിങ് ഔട്ട് ടെസ്റ്റ് ആണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. കാരണം ഒരു ലാർജ് സോയിൽ മാസിൻ്റെത് അത് മൊത്തത്തിൽ അത് തരും അതിന്റെ പെർമിയബിലിറ്റി. അതുകൊണ്ട് തന്നെ പമ്പിങ് ഔട്ട് ടെസ്റ്റ് ആണ് ഇമ്പോർട്ടന്റ്. അത് കുറച്ച് കോസ്റ്റ്ലി ആണ്, വളരെ ലാർജ് പ്രൊജക്ട്സിന് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ. പക്ഷെ അതിന്റെ റിസൾട്ട് ഭയങ്കര റിലയബിൾ ആയിരിക്കും. പമ്പിങ് ഇൻ ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ വാട്ടർ പമ്പ് ഇന്നാണ് ചെയ്യുന്നത്. അതൊരു പെർട്ടിക്കുലർ അവിടെയുള്ള സോയിൽ മാസിനെ മാത്രമേ ഉള്ളൂ ബാധിക്കുക. അപ്പൊ ഒരു പെർട്ടിക്കുലർ റീജിയനിലെ സോയിൽ മാസിന്റെ പെർമിയബിലിറ്റി മാത്രമേ ഇത് തരുള്ളൂ. പമ്പിങ് ഔട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 150 to 300 മീറ്റർ വരെ ഇൻഫ്ലുവൻസ് ഉണ്ട് അതിന്. ഓക്കെ, അപ്പൊ നമുക്ക് പമ്പിങ് ഔട്ട് ടെസ്റ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. രണ്ട് രീതിയിൽ സോയിൽ ഇതിൽ നമ്മൾ എടുക്കുന്നുണ്ട്. അൺകൺഫൈൻഡ് ആയിട്ടുള്ള എക്യുഫറിന്റെ കേസിലും കൺഫൈൻഡ് ആയിട്ടുള്ള എക്യുഫറിന്റെ കേസിലും. അൺകൺഫൈൻഡ് എക്യുഫർ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടറിനെ പെർമിയേറ്റ് ചെയ്യാൻ സമ്മതിക്കുന്ന സോയിൽ മാസ്. അപ്പം അതിന്റെ മുകളിൽ ഒരു എക്യുഫർ എന്ന് പറഞ്ഞാൽ അതാണ്, അത് പെർമിയബിലിറ്റി ഉള്ള ആ ഒരു സോയിൽ മാസ് ആണ് നമ്മുടെ എക്യുഫർ എന്ന് പറയുന്നത്. അതിന്റെ മുകളിൽ ഒരു റോക്ക്, ഒരു എന്താ പറയാ, തീരെ വാട്ടർ പെർമിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം ഉണ്ട്. അതിന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡിലും അങ്ങനെ സോയിൽ പെർമിയേറ്റ് ചെയ്യാൻ പറ്റാത്ത, വാട്ടർ പെർമിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു റോക്ക് മാസോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് എക്യുക്ലൂഡ് എന്ന്. അപ്പൊ തീരെ സമ്മതിക്കില്ല ഇത് വാട്ടറിനെ പെർമിയേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ അതിന് കൺഫൈൻഡ് എക്യുഫർ എന്ന് പറയാ. ഇവിടെ വാട്ടർ പെർമിയേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സോയിൽ മാസിൽ, അത് എക്യുഫർ ആണ്. ഇനി അതിന്റെ രണ്ട് സൈഡിലും നമുക്ക് എക്യുക്ലൂഡ് ഉണ്ട്. അങ്ങനെയാണ് കേസെങ്കിൽ അതിനെ കൺഫൈൻ ചെയ്തിട്ടുള്ള എക്യുഫർ എന്നാണ് പറയാ. ഇനി ഇങ്ങനെ ഒരു ഇതിന്റെ മുകളിൽ എബവ്, ബിലോ ഉണ്ടെങ്കിൽ ഇത് പ്രശ്നമില്ല. പക്ഷെ എബവ് ഇങ്ങനെ ഒരു അൺകൺഫൈൻഡ് ആയിട്ടുള്ള ഇവിടെ ഒരു എക്യുക്ലൂഡ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഇത് ഓപ്പൺ ആണ്, ഇവിടെ വാട്ടർ ടേബിൾ ഇവിടെ തന്നെയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അൺകൺഫൈൻഡ് എക്യുഫർ എന്ന് പറയുക. അതിന് മുകളിൽ നമ്മൾ കൺഫൈൻ ചെയ്ത് വെച്ചിട്ടില്ല എക്യുക്ലൂഡ് വെച്ചിട്ട്, അതാണ് അൺകൺഫൈൻഡ് എക്യുഫർ. അപ്പൊ ഈ പമ്പിങ് ഔട്ട് ടെസ്റ്റ് രണ്ട് രീതിയിലുണ്ട്, അൺകൺഫൈൻഡ് എക്യുഫറിനും പിന്നെ അതേമാതിരി കൺഫൈൻഡ് എക്യുഫറിനും. ഇതാണ് കൺഫൈൻഡ് എക്യുഫർ. ഇതിന്റെ രണ്ട് സൈഡിലും വാട്ടറിനെ പെർമിയേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിനെ എക്യുക്ലൂഡ് വെച്ചിട്ട് കൺഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അൺകൺഫൈൻഡ് എക്യുഫർ നോക്കാം. അപ്പൊ അൺകൺഫൈൻഡ് എക്യുഫറിൽ നമ്മൾ
വാട്ടർ ഇങ്ങനെ ഇങ്ങനെ ഒരു നമ്മളൊരു ട്യൂബ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ട്യൂബ് വെല്ലിലൂടെ നമ്മൾ വാട്ടറിനെ പുറത്തോട്ട് എടുക്കുകയാണ്. അപ്പൊ പുറത്തോട്ട് എടുക്കുന്ന സമയത്ത് ഇവിടെയാണ് നാച്ചുറൽ ആയിട്ടുള്ള അതിന്റെ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഇവിടെ എന്ന് പറയുന്നത് അതിന്റെ പെർമിയബിലിറ്റി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു എക്വിക്ലൂഡ് ഉണ്ടോ അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യാണ്. അപ്പൊ ഇതിന്റെ എബോ നമുക്കൊരു ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഉണ്ട്. അപ്പൊ ഈ ടേബിളിൽ നിന്ന് നമ്മൾ ഇങ്ങനെ വാട്ടർ എടുക്കുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ അവസാനമാകുമ്പോൾ ഒരു കോൺ ഓഫ് ഡിപ്രഷൻ പോലെ ഇങ്ങനെ ഫോം ചെയ്യും. അതായത് ഇവിടുത്തെ ശരിക്കുള്ള വാട്ടർ ടേബിൾ ഇവിടെയാണ്, പക്ഷെ ഇവിടെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്ന് ഇവിടെ ഇങ്ങനെ എത്തുകയാണ്. ഒരു കോൺസ്റ്റന്റ് ഡിസ്ചാർജ് എത്തുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ വെള്ളം എടുത്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വരുന്ന വെള്ളം ഇസ് ഈക്വൽ ടു നമ്മൾ എടുക്കുന്ന വെള്ളം എന്നുള്ള രീതിയിൽ എത്തുന്നവരെ നമ്മളിങ്ങനെ വെള്ളം എടുത്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് ഇവിടെയുള്ള ഇതിന്റെ അവസാനം നമ്മൾക്ക് ആ ഒരു കോൺസ്റ്റന്റ് ലെവൽ എത്തുമ്പോൾ ഇവിടെയുള്ള ഈ ഡെപ്ത് ഉണ്ടല്ലോ അതിനെ നമ്മൾ സ്മോൾ ഡി ഡ്രോ ഡൗൺ എന്ന് വിളിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ കോൺ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഡിപ്രഷന്റെ കോണ് ഫോം ചെയ്യുന്നുണ്ട് അവിടെ. അപ്പൊ നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ വാട്ടർ ഇവിടെയുള്ള ബാക്കിയുള്ള ഈ വാട്ടറിന്റെ ഹൈറ്റിന് സ്മോൾ എച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കും. ഈ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി ആണ് ഈ ഗ്രൗണ്ട് വാട്ടർ ടേബിളിന്റെ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ഈ ഒരു സമയത്ത് പല പല ലെവലിൽ നമ്മൾ ടെസ്റ്റ് വെല്ലുകൾ ഇവിടെ ഉണ്ടാക്കും. ഇവിടെ ഒരു R1 ഡെപ്തിൽ ഒരു ടെസ്റ്റ് വെൽ ഉണ്ടാക്കും. അവിടെ അതിന്റെ ഈ ഡെപ്ത് എന്ന് പറയുന്നത് Z1 ആയിരിക്കും. അതേമാതിരി R2 ഡെപ്തിൽ നമ്മൾ വേറൊരു ടെസ്റ്റ് വെൽ ഉണ്ടാക്കും. അവിടെ അതിന്റെ വാട്ടർ ലെവൽ Z2 ആയിരിക്കും. അങ്ങനെ 2-3 ലെവലിൽ നമ്മൾ ടെസ്റ്റ് വെൽ ഉണ്ടാക്കി അവിടുത്തെ ഈ എത്ര വെള്ളത്തിന്റെ ലെവൽ ഉണ്ടെന്നൊക്കെ നമ്മൾ കണ്ടുവെക്കും. ഒറ്റയടിക്ക് ഒരൊറ്റ ടെസ്റ്റ് വെൽ ഉണ്ടാക്കിയാൽ നമുക്ക് ഇതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പൊ 2-3 ഒരു R1 R2 എന്നൊക്കെ പറഞ്ഞ ഒരു റേഡിയസിൽ, അതാണ് റേഡിയസ് ഓഫ് ഇൻഫ്ലുവൻസിൽ എത്രമാത്രം അവിടെ വ്യത്യാസം വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതാണ് അൺകൺഫൈൻഡ് അക്യുഫറിന്റെ കേസിലുള്ള ഡിസ്ക്രിപ്ഷൻ. ഇനി നമ്മൾ ഡ്യൂപിറ്റ്സ് ലോ പ്രകാരം നമുക്ക് ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഒരു അൺകൺഫൈൻഡ് അക്യുഫറിൽ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പൊ അതിന്റെ ഇക്വേഷൻ K is equal to 2.3 Q. Q എന്ന് പറയുന്നത് ഡിസ്ചാർജ് ഇൻറ്റു പൈ Z2 സ്ക്വയർ മൈനസ് Z1 സ്ക്വയർ. അത് Z2 ഇത് Z1 ഇത് ഇൻറ്റു log 10 R2 by R1. R2 എന്ന് പറയുന്നത് ഈ Z2ലുള്ള Z2 വരുന്ന സ്ഥലത്തുള്ള റേഡിയസ് ഓഫ് ഇൻഫ്ലുവൻസ്, ഇത് ഇവിടേക്കുള്ള റേഡിയസ് ഓഫ് ഇൻഫ്ലുവൻസ്. ഈ ഒരു മെയിൻ വെല്ലിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് ആ ടെസ്റ്റ് വെല്ല് ഉള്ളത് എന്നുള്ളത്. അപ്പൊ ഇതില് നമ്മൾ എങ്ങനെയാ ഇതിൽ അറൈവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഡെറിവേഷൻ പഠിക്കുക, പക്ഷെ ജസ്റ്റ് ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. I is equal to dz by dr എന്ന് നമുക്കറിയാം. കാരണം I എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ആണ്. അത് dz ചേഞ്ച് ഇൻ ഈ z, ഈ Z-ലുള്ള ചേഞ്ച് ഇല്ലേ, Z-ലുള്ള ചേഞ്ച് ബൈ ആ റേഡിയസ് ആണ്. dz by dr ആണ് നമ്മുടെ I എന്ന് പറയുന്നത്, ഒരു ജനറൽ എക്സ്പ്രഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ. പിന്നെ Q എന്ന് പറഞ്ഞാൽ KIA ആണ്. അപ്പൊ അതിൽ I ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക dz by dr എന്ന്. A എന്നുള്ളത് 2πr into z ആണ്. Z എന്ന് പറയുന്നത് ഒരു ജനറൽ ഈ താഴ്ന്ന ഈ ഒരു ഭാഗമാണ് Z എന്ന് പറഞ്ഞ് എടുക്കുന്നത്. ഇൻറ്റു 2πr ഇതിന്റെ റേഡിയസ്, ഇവിടെ ഒരു മൊത്തം ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ആ മൊത്തം ഏരിയ ഇൻറ്റു അതിന്റെ ഹൈറ്റ് ആണല്ലോ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്, ഏരിയ ഓഫ് സോയിൽ സ്പെസിമെൻ എന്ന് പറയുന്നത്. അപ്പൊ 2πr into z എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുക. അപ്പൊ അതാണ് Q എന്ന് പറയുന്നത്. അപ്പൊ ഇത് എക്സ്പ്രഷനിൽ നിന്നാണ് നമുക്ക് Kന്റെ വാല്യൂ കിട്ടുന്നത്. അപ്പം ഈ സമയത്ത് നമ്മൾ ഒരു ജനറൽ കണ്ടീഷനാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് റേഡിയസ് ഏറ്റവും മാക്സിമം ആയിട്ട് ഈ മൊത്തം റേഡിയസ് ഓഫ് ഇൻഫ്ലുവൻസ് മൊത്തം ഒരു പെർട്ടിക്കുലർ 150 to 300 മീറ്റർ മുഴുവനാണ് എടുക്കുന്നത്. അതിനെ ക്യാപിറ്റൽ R എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ എക്സ്പ്രഷൻ നമുക്ക് മാറ്റിയിട്ട് ഈ ഒരു R2ന്റെ സ്ഥലത്ത്, R2 എന്ന് പറഞ്ഞാൽ മാക്സിമം ദൂരം, അതിന്റെ സ്ഥലത്ത് നമുക്ക് ക്യാപിറ്റൽ R എന്ന് ഇടാൻ പറ്റും. പിന്നെ Z2ന്റെ സ്ഥലത്ത് ഈ D എന്നുള്ളത്, Z2ന്റെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് D എന്ന് മൊത്തത്തിൽ ഇടാൻ പറ്റും, ക്യാപിറ്റൽ Rഉം ക്യാപിറ്റൽ Dയും വരുന്ന സ്ഥലം. പിന്നെ അതിന്റെ സ്മോൾ പിന്നെ R1ഉം Z1 എന്നും പറയുന്നത് നമുക്ക് RW, ഈ ഒരു ടെസ്റ്റ് വെല്ലിന്റെ RW, പിന്നെ അതേമാതിരി തന്നെ Z1 എന്ന് പറയുന്നത് ഈ H ആക്കി എടുക്കാം. അതായത് ഇങ്ങനൊരു ടെസ്റ്റ് വെല്ല് മാത്രമാണുള്ളത്. ഇതിന് ഇങ്ങനെ ഡ്രോ ഡൗൺ സംഭവിച്ചു. ഇതിന്റെ ഈ ഒരു റീജിയൻ ഇവിടെ ഇങ്ങനെ
ഒരു റീജിയൻ ഇല്ലേ, അപ്പൊ ഇതിൻ്റെത് നമുക്ക് ക്യാപിറ്റൽ ഡിയും ഇതിൻ്റെത് ക്യാപിറ്റൽ ആറും ആണ് എടുത്തേക്കുന്നത്. ഇവിടെ നമ്മൾക്ക് RW ഇവിടെ നമുക്ക് Hയുമാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ് ഈ ഒരു ജനറൽ എക്സ്പ്രഷൻ ആയിട്ട്. അപ്പൊ അങ്ങനെയാണുള്ളത്. ഇനി സിച്ചാർട്ട് റിലേഷൻ ഉണ്ട്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. സിച്ചാർട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് R is equal to, നമുക്ക് റേഡിയസ് ഓഫ് ഇൻഫ്ലുവൻസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം സ്ഥലം വരെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർമിയബിലിറ്റി കണ്ടുപിടിക്കാം എന്നുള്ളത്. അപ്പൊ ഡ്രോ ഡൗൺ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എത്രമാത്രം ഈ ഡ്രോ ഡൗൺ സംഭവിച്ചിട്ടുണ്ടെന്ന്. അപ്പം 3000 ഇൻറ്റു ഈ ഡ്രോ ഡൗൺ ഇൻറ്റു ഈ √K ചെയ്താലാണ് നമുക്ക് R കിട്ടുക എന്ന് എടുക്കുക. അപ്പൊ R എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഡിയസ് ഓഫ് ഇൻഫ്ലുവൻസ്, അത് ജനറലി 150 to 300 മീറ്റർ ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കോഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി കിട്ടും. അതാണ് ഒരു ഇമ്പറിക്കൽ ഫോർമുല പോലെ ഒരു എക്സ്പ്രഷൻ ആണ് അത്, സിച്ചാർട്ട് റിലേഷൻ എന്ന് പറയുന്നത്. ഡയറക്ട്ലി ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് റേഡിയസ് ഓഫ് ഇൻഫ്ലുവൻസ് തന്നിട്ടുണ്ട്, ഡ്രോ ഡൗൺ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇതിലെല്ലാം SI യൂണിറ്റിലാണ്, മീറ്ററും ഇത് മീറ്ററും ഈ K മീറ്റർ പെർ സെക്കൻഡും. ഇനി കൺഫൈൻഡ് എക്യുഫർ. കൺഫൈൻഡ് എക്യുഫറിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പ്രഷറിലായിരിക്കും ഈ വാട്ടർ ഇതിലൂടെ നമുക്ക് ഫ്ലോ ചെയ്യുന്നത്. പമ്പ് ടെസ്റ്റിൽ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത് പ്രഷറിലായിരിക്കും. കാരണം ഒരു എക്യുഫ്ലൂഡിന്റെ നടുവിലാണ് ഈ കൺഫൈൻഡ് എക്യുഫർ ഓഫ് ഇതിന്റെ ഈ ഡെപ്ത് എന്ന് പറയുന്നത് സ്മോൾ b ആണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ കൺഫൈൻഡ് എക്യുഫർ ഉള്ളത്. അപ്പം പ്രഷറിൽ ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ലെവല്, വാട്ടർ ലെവൽ എന്ന് പറയുന്നത് പീസോമെട്രിക് സർഫസ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് അതിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ഒരു കോൺ ഓഫ് ഡിപ്രഷൻ ഇതേമാതിരി തന്നെ ഫോം ചെയ്യും. അപ്പൊ മറ്റേ മുന്നേ ഉള്ള കേസുള്ള മാതിരി തന്നെയാണ് I എടുക്കുക dz/dr എന്ന്. പക്ഷെ KIA എടുക്കുന്ന സമയത്ത് Aൻ്റെത് 2πRD എന്ന് ഇവിടെ എടുത്തത് ടോട്ടൽ ഇതിൽ ഇത്ര സ്ഥലം വരെ വാട്ടർ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ഇവിടെ ഉള്ള സമയത്ത് ഈ ഒരു സ്ഥലത്ത് മാത്രമേ വാട്ടർ ഉള്ളൂ, അതുകൊണ്ട് തന്നെ 2πR/B ആണ് എടുക്കേണ്ടത്. അപ്പൊ ആ ഒരു എക്സ്പ്രഷന്റെ വ്യത്യാസത്തിൽ നമുക്ക് Kന്റെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ 2.3 Q log 10 R2/R1 by 2πB Z2 minus Z1 എന്ന് വരും. അപ്പൊ ഇവിടുത്തെ എക്സ്പ്രഷൻ രണ്ട് എക്സ്പ്രഷൻ തമ്മിലുള്ള വ്യത്യാസം ഈ ഡിനോമിനേറ്റർ ഈ ഒരു ടേമിലാണ്. ഇവിടെ Z2² minus Z1² വരുന്ന സ്ഥലത്ത് ഇവിടെ Z2 minus Z1 വരുള്ളൂ, ഇവിടെ ഇൻറ്റു 2B എന്നും വരും ഇവിടെ വരിക്കുമ്പം. അപ്പൊ അതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എക്സ്പ്രഷനുള്ള. ഇനി ഇൻഡയറക്റ്റ് മെത്തേഡ്, പെർമിയബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ആണ്. എലൻ ഹെസൻസ് ഫോർമുല, കൊസ്നി-കർമൻ ഇക്വേഷൻ, ലോഡൻസ് ഫോർമുല, കൺസോൾട്ടേഷൻ ടെസ്റ്റ് ഡാറ്റ. അപ്പൊ അതിൽ ഇത് രണ്ടും ഓർത്ത് വെക്കുക. കൺസോൾട്ടേഷൻ ടെസ്റ്റ് ഡാറ്റ ഇത് നമ്മൾ പഠിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ എലൻസ് ഹെസൻസ് ഇക്വേഷൻ ആണ് ഇവിടെ കാര്യമായിട്ട് ഓർത്ത് വെക്കേണ്ടത് ഈ ഒരു ചാപ്റ്റർ സംബന്ധിച്ചിടത്തോളം. ഇത് നമ്മൾ അടുത്ത ചാപ്റ്റർ വരുന്ന സമയത്ത് പഠിക്കുന്നതാണ്. അപ്പൊ എലൻസ് ഹെസൻ ഫോർമുല എന്ന് പറയുന്നത് K is equal to C into D10². C എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന്റെ വാല്യൂ 100 to 150 ആണ്. D10 എന്ന് പറയുന്നത് എഫക്റ്റീവ് സൈസ് എന്നാണ്. 10% ഓഫ് ദ പാർട്ടിക്കിൾസ് ആർ ഫൈനർ ദാൻ ദിസ് സൈസ്. അത് സെന്റിമീറ്ററിലാണ് ഇവിടെ എക്സ്പ്രഷനിലുള്ളത്. K സെന്റിമീറ്റർ പെർ സെക്കൻഡിലാണ് ഉള്ളത്. അപ്പൊ ഇത് ലൂസ് കോമ്പാക്ഷൻ ചെയ്തിട്ടുള്ള ഒരു യൂണിഫോം സാൻഡിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ എക്സ്പ്രഷൻ സ്യൂട്ടബിൾ. പക്ഷെ അല്ലാത്ത സമയത്തും നമുക്ക് യൂസ് ചെയ്യാം. അതാണ് എലൻസ് ഹെസൻസ് ഫോർമുല എന്ന് പറയുന്നത്. പിന്നെ ജസ്റ്റ് ഇതിന്റെ പെർമിയബിലിറ്റിന്റെ ഇൻഡയറക്റ്റ് മെത്തേഡ്സ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. കൊസ്നി-കർമൻസ് ഇക്വേഷനും ലോറൻസ് ഫോർമുലയും. അപ്പൊ കൺസോൾട്ടേഷൻ ടെസ്റ്റ് ഡാറ്റ കൺസോൾട്ടേഷൻ ചാപ്റ്റർ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. അപ്പൊ അതിൽ പെർമിയബിലിറ്റി ഈസ് ഈക്വൽ ടു CV MB ഗാമ W എന്ന് പഠിക്കും. അപ്പൊ CV എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് കൺസോൾട്ടേഷൻ ആണ്, MB എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം കംപ്രസിബിലിറ്റി ആണ്, ഗാമ W എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ്. വെരി ഫൈൻ ഗ്രെയിൻസ് ഓഫ് സോയിലിന് കൺസോൾട്ടേഷൻ ഒക്കെ നടക്കുക മെയിൻലി ക്ലേ പാർട്ടിക്കിളിലാണ് കൺസോൾട്ടേഷൻ നമ്മളെ ഇമ്പോർട്ടൻ്റ് ആക്കി നോക്കുന്നത്. അല്ല വേറെ ഇതിനും ഉണ്ടാവും, പക്ഷെ മെയിൻലി ക്ലേ ടൈപ്പ്. അപ്പൊ വെരി ഫൈൻ ഗ്രെയിൻഡ് സോയിലിനാണ് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പൊ K less than 10⁻⁵ millimeter per second ആ ഒരു റേഞ്ചിലുള്ള വെരി ഫൈൻ പാർട്ടിക്കിൾസിനുമാണ് കൺസോൾട്ടേഷൻ ടെസ്റ്റ് ഡാറ്റ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ K കണ്ടുപിടിക്കുന്ന ഈ ഒരു മെത്തേഡും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി K സ്ട്രാറ്റിഫൈഡ് സോയിൽ ഡെപ്പോസിറ്റിൽ പല ലെയർ ആയിട്ട് സോയിൽ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് പെർമിയബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നോക്കാം.
അപ്പൊ ഇതിൽ ആദ്യം കെ പാരലൽ ടു പ്ലെയിൻ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ആണ്. അപ്പൊ നോക്കൂ, ഇവിടെ ഇങ്ങനെ ഈ വാട്ടറിന്റെ ലെവൽ ഇവിടെ ഇത്രയാണ്. അപ്പൊ ഈ ഒരു ലെവലിൽ നിന്ന് ഈ ലെവൽ എത്താൻ വരെ ഈ ഒരു ഹെഡ് സ്മോൾ എച്ച് ഉണ്ട്. അപ്പൊ ഈ ഒരു ഹെഡിന്റെ വകയാണ് ഇവിടുന്ന് വാട്ടർ ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് പോകുന്നത്. അപ്പൊ നമ്മൾക്ക് ഈ രണ്ട് ലെയറിലൂടെ നമ്മൾ ട്രാവൽ ചെയ്ത് പോവുകയാണെങ്കിൽ ഇതിന്റെ ഡിസ്ചാർജ് Q1 എന്നും ഇതിന്റെ ഡിസ്ചാർജ് Q2 എന്നും എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ഡിസ്ചാർജ് Q is equal to Q1 plus Q2 ആണ്. അപ്പൊ ഇതിന്റെ ലെങ്ത് ഓഫ് സോയിൽ സാമ്പിൾ നമ്മൾ L ആയിട്ട് എടുക്കുകയാണ്. ഓരോന്നിന്റെ ഡെപ്ത് H1 പ്ലസ് H2 അല്ലെങ്കിൽ ഇൻഡിവിജ്വലി H1 ഉം H2 ഉം ടോട്ടൽ ഡെപ്ത് ക്യാപിറ്റൽ H ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും മോസ്റ്റ് പെർമിയബിൾ ആയിട്ട് എവിടെയാണോ ഉള്ളത് അതിലൂടെ ഈ വെള്ളത്തിന് സീപ്പ് ചെയ്ത് ഈസിലി പോവാം ഈ സൈഡിലേക്ക്. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ചില ഭാഗത്ത് നല്ല പെർമിയബിലിറ്റി ഉണ്ടാവും, ചില ഭാഗം കുറച്ച് ഇംപെർമിയബിൾ ആയിരിക്കും. അപ്പൊ ഏറ്റവും നല്ല പെർമിയബിലിറ്റി ഉള്ള സ്ഥലത്തൂടെ ഈ വാട്ടറിന് കണ്ടുപിടിച്ച് അതിലൂടെ പെട്ടെന്ന് തന്നെ സീപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റും. അപ്പം നമ്മൾക്ക് ഈ ഒരു കെ പാരലൽ ടു പ്ലെയിൻ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ വരുമ്പം എപ്പോഴും കെ കൂടുതലായിരിക്കും, കെ മോറായിരിക്കും. കാരണം ഏറ്റവും പെർമിയബിൾ ആയിട്ടുള്ള ഏതാണോ ഭാഗം അതിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് ക്യൂ ഇസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 എന്ന് എടുക്കാം. അപ്പം ക്യൂ എന്ന് പറഞ്ഞാൽ KIA ആണ്. അപ്പം L കോൺസ്റ്റന്റ് ആക്കി നമ്മൾ രണ്ട് സൈഡിൽ എടുക്കുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം H1 പ്ലസ് H2 ഇവിടെ വരുന്ന സമയത്ത് ഈ QI എന്ന് പറയുന്നത് K1I H1 പ്ലസ് K2I H2 Q2 നും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് I ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് K ഹൊറിസോണ്ടൽ, ഇത് H ഹൊറിസോണ്ടൽ ആണല്ലോ, അപ്പൊ K ഹൊറിസോണ്ടൽ ഇസ് ഈക്വൽ ടു K1 H1 പ്ലസ് K2 H2 ബൈ H1 പ്ലസ് H2 എന്ന് പറഞ്ഞിട്ട് എടുക്കാം. ഇനി K പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ആണെങ്കിൽ തിരിച്ചിട്ട് വരും, ഈ ഒരു ടേം താഴോട്ട് പോകും. അങ്ങനെ എടുക്കുക, H1 പ്ലസ് H2 ബൈ H1 ബൈ K1 പ്ലസ് H2 ബൈ K2 അങ്ങനെ പറഞ്ഞിട്ട് എക്സ്പ്രഷൻ എടുക്കണം. അപ്പൊ ഇതിൽ എന്താ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇങ്ങനെ പെർമിയബിലിറ്റി ഇങ്ങനെ മുകളിലൂടെ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇതില് എങ്ങനെയാന്ന് വെച്ചാൽ രണ്ട് ലെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഇങ്ങനെയാണ് പെർമിയബിലിറ്റി നോക്കേണ്ടത് നമ്മൾ. അപ്പൊ ഇങ്ങനെയാണ് ഫ്ലോ ഉണ്ടാവുക, ഫ്ലോ പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ. അപ്പൊ ഇതിൽ എവിടെയെങ്കിലും ഒരു ഇംപെർമിയബിൾ ലെയർ വന്നിട്ടുണ്ടെങ്കിൽ പെർമിയബിലിറ്റി നമുക്ക് കുറയും. അപ്പൊ ഇംപെർമിയബിൾ ലെയർ ആണ് ഇതിൽ മോർ ഇമ്പോർട്ടൻറ്റ്. ഇംപെർമിയബിൾ ലെയറിന്റെ പെർമിയബിലിറ്റി ആണ് ഇതിനെ കൂടുതൽ ഇഫക്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കെ പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ എപ്പോഴും കുറവായിരിക്കും കെ ഹൊറിസോണ്ടലിന്, അതായത് കെ പാരലൽ ടു പ്ലെയിൻ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ. അപ്പൊ നോർമലി KH ഇസ് ഗ്രേറ്റർ ദാൻ KV ഫോർ ഐസോട്രോപിക് ഹോമോജീനിയസ് ലെയേഴ്സ്. അപ്പൊ അതാണുള്ളത്. ഇനി അടുത്തത് ട്രൈ ഇറ്റ് യുവർ സെൽഫ് ആണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ ഇതിൽ കുറച്ച് കാര്യം ഉള്ള എന്താന്ന് വെച്ചാൽ ഈ ഒരു പ്രോബ്ലത്തില് സോയിൽ ഹാവ് ഡിസ്ചാർജ് വെലോസിറ്റി ഓഫ് 6 × 10⁻⁻⁷ മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് വോയിഡ് റേഷ്യോ 0.5 സീപ്പേജ് വെലോസിറ്റീസ്. അപ്പൊ നേരത്തെ പഠിപ്പിച്ച VS ഇസ് ഈക്വൽ ടു V/N എന്നുള്ളത്. അപ്പം വോയിഡ് റേഷ്യോ ആണ് തന്നത്, N അല്ല. അപ്പം അതിന് N-ലേക്ക് മാറ്റുക, N ഇസ് ഈക്വൽ ടു E/1 + C അത് വെച്ചിട്ട് മാറ്റാം. അപ്പൊ അങ്ങനെ ചെയ്യാം. ഇനി അടുത്ത അതേമാതിരി തന്നെ പമ്പിംഗ് ഔട്ട് ടെസ്റ്റ് ദ ഡ്രോ ഡൗൺ ഇസ് 5 മീറ്റർ. അപ്പൊ ഡ്രോ ഡൗൺ T തന്നിട്ടുണ്ട്, പെർമിയബിലിറ്റി തന്നിട്ടുണ്ട് 10⁻⁻⁴ മീറ്റർ പെർ സെക്കൻഡിൽ. അപ്പം റേഡിയസ് ഓഫ് ഇൻഫ്ലുവൻസ് ഇസ് എബൌട്ട്, അപ്പൊ R ഇസ് ഈക്വൽ ടു 3000 D√K എന്ന് പറയുന്ന സിച്ചാർട്ട് ഇക്വേഷൻ യൂസ് ചെയ്യുക അവിടെ. പിന്നെ അതേമാതിരി ഫോർ എ സ്പിയർ ഓഫ് 0.5 mm ഡയമീറ്റർ ദ സ്പെസിഫിക് സർഫസ് ഇസ്. അപ്പൊ സ്പെസിഫിക് സർഫസ് എന്ന് പറയുന്നത് സർഫസ് ഏരിയ ബൈ വോള്യൂം ആണ്. അപ്പൊ സർഫസ് ഏരിയ എന്ന് പറയുന്നത് സ്പിയറിൻ്റെത് 4πr² ആണ്, ഇതിന്റെ വോള്യൂം എന്ന് പറയുന്നത് 4/3 πr³ ആണ്. അപ്പൊ അത് രണ്ടും കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് 3/r എന്ന് കിട്ടും, അല്ലെങ്കിൽ 6/d, ഇവർ d is the diameter എന്ന് കിട്ടും. അപ്പൊ 6/d ഉപയോഗിക്കാം. ഡയമീറ്റർ തന്നിട്ടുണ്ട് 0.5 എന്ന്, അപ്പൊ അത് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിയാൽ അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ അതൊക്കെയാണ് ട്രൈ ടു യുവർ സെൽഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. ഇതാ ഇവിടെ കണ്ടില്ലേ, മാക്സിമം പാർട്ടിക്കിൾ സൈസ് ഫോർ വിച്ച് ഡാസീസ് ലോ ഇസ് വാലിഡ്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അപ്പം അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.